ഷഹീദും ഈ രാത്രിയിൽ നരകമോചനം ചെയ്യുന്നവരിൽ നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം നാം നിർവഹിച്ച എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ നോമ്പ്, തറാവീഹ്, ജമാഅത്തുകൾ, ഇന്നത്തെ ജുമുഅ എല്ലാം അല്ലാഹു കബൂലാക്കട്ടെ. നമ്മിലെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുന്നതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിന്റെ ഓരോ ദിവസങ്ങൾ അതിവേഗതയിൽ ഇങ്ങനെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 10 കഴിയാൻ പോവാണ്. ആദ്യത്തെ 10 ആകെ ഒരു വെള്ളിയാഴ്ചയാണ് ഉള്ളത്. അത് ഇന്ന് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ 10 വെള്ളിയാഴ്ചയാണ് ഉണ്ടാവുക. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ഒരു വെള്ളിയാഴ്ച മാത്രമാണ് പ്രാവശ്യമുള്ളത്. ഏതായിരുന്നാലും കിട്ടുന്ന സമയങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വലിയ ഉപകാരമുള്ള ഒരു സൽക്കർമ്മമായി മാറും. ഓർമ്മപ്പെടുത്താനുള്ളത്, നിസ്കരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തറാവീഹ് നിസ്കരിക്കുമ്പോൾ സ്പീഡ് കൂടുതലുണ്ടാവും. എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള പള്ളി, അത് അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മളൊക്കെ. എനിക്കതിന് നിർവാഹമില്ല. എനിക്കിപ്പോൾ ഇവിടെ തന്നെ പറ്റുള്ളൂ. എത്ര സ്പീഡുള്ള പള്ളി വേറെ അന്വേഷിച്ച് കിട്ടിയാലും പുറത്ത് പോകാൻ എനിക്ക് പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ ഓരോ ദിവസവും ഓരോ പള്ളിയിൽ ഇങ്ങനെ പരീക്ഷിക്കാം, എവിടെയാണ് സ്പീഡ് കൂടുതലുള്ളത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്പീഡ് ഒന്നും ബ്രേക്കിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പിന്നിലാളുണ്ടാവില്ല. അപ്പൊ പരമാവധി സ്പീഡ്, ഇപ്പൊ ഏത് പള്ളിയിൽ പോയാലും പരമാവധി സ്പീഡ് ഉണ്ടാവും തറാവീഹ്. അപ്പൊ എന്താ വരുന്നത്? ഫാത്തിഹ നഷ്ടപ്പെടരുത്. ഫാത്തിഹ ഓതുമ്പോ ഇമാമിനേക്കാൾ മുന്നേ ആവാനും പാടില്ല. നല്ല ശ്രദ്ധിക്കണം. ഒരു കാര്യം ഇമാമിനേക്കാൾ മുമ്പ് ആവാൻ പാടില്ല. ഇമാമിനേക്കാൾ സ്പീഡുള്ളവരുണ്ടാവും ബാക്കിൽ. ഒരു കൂടിയുള്ള കേസാണ്. ഒരു ജമാഅത്തായി നിസ്കരിക്കാൻ വരുമ്പോ നടക്കൂലല്ലോ. ഇമാമിന്റെ പിന്നാലെ പറ്റും. ഇമാമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്തുടരപ്പെടുന്ന ആള് എന്നാണ് എന്റെ മലയാള അർത്ഥം. പിന്തുടരുക, ഒപ്പം തുടരുക എന്നല്ല, പിന്തുടരുക. അപ്പൊ അയാളെ പിന്നാലെയാണ് പോണ്ടത്. അപ്പൊ ഇമാമ് സലാം വീട്ടി ഞാൻ ഇടത്തോട്ട് സലാം വീട്ടുമ്പോ വലത്തോട്ട് സലാം വീട്ടി ഇടത്തോട്ട് സലാം വീട്ടിയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാര് 2 സലാമും കഴിഞ്ഞ് സ്വല്ലൂഅലൻ നബി ചൊല്ലിയിട്ടുണ്ടാവും. അപ്പൊ അത് ബസ്സിൽ ഓടുന്ന ബസ്സിന്റെ ഉള്ളിൽ കിടന്ന് ഓടിയിട്ട് കാര്യമില്ലല്ലോ. ബസ്സിന്റെ സ്പീഡിലല്ലേ എത്തുള്ളൂ. നമ്മൾ അതിന്റെ ഉള്ളിൽ തരം കൂട്ടി ഓടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ അതുണ്ടാവരുത്. നിസ്കാരം പാത്തിനാവും, നിസ്കാരം പോകും, വെള്ളത്തിനാവും. അപ്പൊ ഇമാമിനേക്കാൾ മുന്നേ ചെല്ലുന്നതും ചെയ്യുന്നതും ഇമാമിനേക്കാൾ മുന്നേ ആവാൻ പാടില്ല. ഇമാമിനേക്കാൾ മുൻകടക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, ഇമാമിന്റെ ഒപ്പം ആവരുത്. കാരണം പിന്തുടരപ്പെടുന്ന ആളാണ് ഇമാം. പിന്തുടരണം എന്നാണ്. പിന്നെ നിസ്കരിക്കാൻ നോക്കുമ്പോ സ്വഫ് ശരിയാക്കി നിൽക്കുക. ഏത് നിസ്കാരത്തിനും സ്വഫ് നല്ലോണം ക്ലിയർ ആണ്. സ്വഫ് കയറി ഇറങ്ങിയിട്ടുള്ളതാവാൻ പാടില്ല. എന്ന പോലെ തന്നെ ഞെരിയാണിക്ക് താഴെ നമ്മുടെ വസ്ത്രം ഇറങ്ങാൻ പാടില്ല. വസ്ത്രം ഇറങ്ങാൻ പാടില്ല. തുണി ഇറങ്ങാൻ പാടില്ല എന്നല്ല, വസ്ത്രം ഇറങ്ങാൻ പാടില്ല. പുരുഷന്റെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം, അത് ഒരു പക്ഷെ തുണിയാകാം, ഒരു പക്ഷെ പാന്റാകാം, ഒരു പക്ഷെ കന്തൂറാവാം, ഒരു പക്ഷെ ബർമുഡാവാം, ഒരു പക്ഷെ ട്രൗസർ ആകാം, ഒരു പക്ഷെ ചെട്ടി ആകാം. എന്തുമാവട്ടെ, പുരുഷന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല. നിസ്കാരത്തിൽ പാടില്ല എന്നല്ല, ഒരിക്കലും പാടില്ല. ഒരിക്കലും പാടില്ല. പുരുഷന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറങ്ങാൻ ഹറാമാണ്. ഹറാം, കടുത്ത കുറ്റം കിട്ടുന്ന പരിപാടിയാണ്. നിസ്കാരത്തിലല്ലേ എന്നല്ല, നിസ്കാരത്തിൽ അങ്ങനെ ഇറങ്ങിയാൽ നിസ്കാരം ശരിയാവൂല. നിസ്കാരത്തിൽ ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയാൽ നിസ്കാരം ശരിയാവൂല. അല്ലാത്ത സമയത്ത് ഉറങ്ങാൻ പാടില്ല. നമ്മൾ റോഡിൽ കൂടെ പോവുകയാണ്, നമ്മൾ പെരയിൽ കൂടെ നടക്കുകയാണ്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങി, പാന്റാവട്ടെ തുണിയാവട്ടെ, ഞെരിയാണിക്ക് താഴെ ഇറങ്ങി അങ്ങനെ മുനിസിപ്പാലിറ്റി ആയിട്ട് ഇങ്ങനെ അടിച്ചു വാരി നടക്കുവാൻ എല്ലാ വേസ്റ്റും എല്ലാ നജസും. എന്നിട്ട് അതേറ്റവും പള്ളിക്ക് കയറിയിട്ട് പിന്നെ ഞെരിയാണിക്ക് താഴെ മുട്ടിന്റെ മേലൊക്കെ കയറ്റി എടുത്തിട്ട് എന്താ കാര്യം? യാതൊരു കാര്യമില്ല. ആ നജസ്സായിട്ട് വന്നു, പള്ളിയിൽ നജസാക്കി, ആൾക്കാരെ നിസ്കരിക്കുന്നവർക്ക് നജസാക്കി. ആകെ പഴയ കാലത്ത് പറയാറുണ്ട്, തൂറാട്ടം തൂരപ്പം കിട്ടാൻ കൊണ്ട് ആറാട്ടം. ഓരോരു ആറാട്ടം നടത്തി. അതുകൊണ്ട് എന്താ കാര്യം? എല്ലാവരും പള്ളി ഫസാദാക്കി, പള്ളി നജസാക്കി, മറ്റുള്ളവരെ നിസ്കാരം കുഴപ്പമുണ്ടാക്കി. പ്രശ്നം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 വിഭാഗം ആളുകൾ മുത്തനബി പറഞ്ഞതാ. ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ മുത്തനബി പറയാം, തലാദത്തുൻ 3 വിഭാഗം ആളുകൾ. ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് നോക്കൂല. അള്ളാന്റെ നോട്ടം കിട്ടാനല്ലേ ഇപ്പൊ പള്ളിയിലേക്ക് വരുന്നത്, അള്ളാന്റെ നോട്ടം കിട്ടാനല്ലേ നമ്മൾ ജീവിക്കുന്നത്. അള്ളാന്റെ നോട്ടം അവർക്കില്ല. വലാ യുസക്കീഹിം, അവരെന്ത് ചെയ്താലും അള്ളാഹു അവരെ നന്നാക്കൂല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ട്. 3 വിഭാഗമാണ്. അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ദാനധർമ്മം ചെയ്യുന്നവരാണ്, ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്നവരാണ്. പക്ഷെ ഈ 3 കൂട്ടത്തിൽ പെട്ട ആളാണോ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവനെ അല്ല നോക്കുന്നില്ല, പിന്നെ നിസ്കരിക്കണമെന്നില്ല, ഓരല്ല നോക്കുന്നില്ല. അവൻ പിന്നെ എന്ത് തോപ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാരന്നിട്ടും അവൻ നന്നാവൂല. ഓരോന്നും നന്നാവണമെന്ന് അറിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ നിറച്ചാക്കി ഓരോന്നും നന്നാവണം വിചാരിച്ചു. എന്നിട്ടൊരു പള്ളിയാണ് ഉണ്ടാക്കി, എന്നാലും നന്നാവൂല. വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. 3 വിഭാഗമാണ്. ഇതിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഏതാ 3 കൂട്ടര് എന്ന് കേൾക്കാൻ നല്ല ആഗ്രഹമില്ലേ? ഉണ്ടോ? എന്നെ സ്വഭാവത്തിലുണ്ടായി. പക്ഷെ നബി പറഞ്ഞു കൊടുത്തില്ല ആരാണ്. നബി പിന്നെയും പറഞ്ഞു, 3 കൂട്ടം ആളുകൾ അള്ളാഹു അവരെ നോക്കൂല, അള്ളാഹു അവരെ നന്നാക്കൂല, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ട്. അപ്പോഴും സ്വഭാവത്തിൽ ഇങ്ങനെ അന്തം കൊണ്ടിരിക്കും. അപ്പൊ പറയും നബി ആ 3 കൂട്ടര്. പിന്നെ നബി പറഞ്ഞു 3 കൂട്ടർ, 3 വിഭാഗം ആളുകൾ 3 പ്രാവശ്യം നബി പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം നബി പറയുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന സ്വഹാബത്തിന് തോന്നി. എഴുന്നേറ്റത് നിന്ന് സ്വഹാബത്ത് ഒന്നാകെ. എന്നിട്ട് സ്വഹാബത്ത് എല്ലാവരും കൂടി പറഞ്ഞു, ഇന്നഹും ഖദ് ഖാബു വഖസിറു. നബിയെ, അങ്ങയെ ഇങ്ങനെ വിഷമിപ്പിച്ച 3 കൂട്ടർ ആകട്ടെ ചൂടായിക്കള നബി. നബിയുടെ മുഖത്ത് നിന്ന് തീ പാറുന്ന പോലെ നബിക്ക് ആകട്ടെ വിഷമം വന്നിരിക്കുന്നു. അപ്പോ നബി അങ്ങയെ ഇങ്ങനെ വിഷമിച്ച 3 കൂട്ടർ ആരായാലും വേണ്ടില്ല, അവര് നശിക്കട്ടെ, അവര് പരാജയപ്പെടട്ടെ. നബിയെ, മൻഹും യാ റസൂലല്ലാഹ്, നബിയെ ആരാണ് അവർ, ഒന്ന് പറഞ്ഞേരോ, ഞങ്ങൾ ഒഴിവാവാൻ, ഞങ്ങളെ പെടാതിരിക്കാനാണ്, ഒന്ന് പറഞ്ഞേരോ. അപ്പൊ നബി പറഞ്ഞു കൊടുക്കുകയാണ്, അൽ മന്നാൻ. ഒന്ന് മന്നാൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നവൻ. ചെയ്ത കാര്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, അതിങ്ങനെ എടുത്തു പറയും. ഞാനാണ് ആ പള്ളി ഉണ്ടാക്കിയത്, ഞാനാണ് ആ പള്ളിക്ക് AC വാങ്ങിക്കൊടുത്തത്, ഞാനാണ് ആ പള്ളിയിൽ കയറി ചെല്ലോളത്തുള്ള വാതിൽ ഉണ്ടാക്കിയത്, എന്റെ വകയാണ്. ആ മിമ്പർ ഉണ്ടല്ലോ, അത് എന്റെ പാപ്പാന്റെ പേരിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ആ മിഹറാബ് ഉണ്ടല്ലോ, ഇങ്ങനെ പറയാം. ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയാം. അതാണ് ഒന്ന്. രണ്ടാമത്തേത് അൽ മുസ്ബിൽ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കുന്നവൻ. നിസ്കരിക്കുമ്പോഴല്ല, ജീവിതത്തിൽ ഒരിക്കലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങാൻ പാടില്ല. ഞെരിയാണിക്ക് താഴെ പുരുഷന്റെ വസ്ത്രം ഇറങ്ങാൻ പാടില്ല. സ്ത്രീയാണെങ്കിൽ നിലത്തുകൂടെ വലിച്ചിറക്കണം. പെണ്ണിന്റെ വസ്ത്രം നിലത്തുകൂടെ വലിച്ചിറക്കണം. അതായത് നിലത്തുകൂടെ വലിച്ചിറക്കണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് നടക്കുന്നതിന്റെ കാൽപ്പാട് കാണാൻ പാടില്ല. അത് ഓളെ വസ്ത്രം മായ്ച്ചു കളയണം. ഓളുടെ കാല് നിലത്ത് തട്ടിയ അടയാളം ഓളെ വസ്ത്രം മായ്ച്ചു കളയണം. കാലിന്റെ അടയാളം പോലും നിലത്ത് പതിയാൻ പാടില്ല പെണ്ണിന്റെ. അത്രയും താഴ്ത്തിയിടണം ഓളെ വസ്ത്രം. ഇന്നിപ്പോ നേരെ ഉൾത്തല്ലേ, പെണ്ണിന്റെ വസ്ത്രം ഇങ്ങോട്ട് കയറിയിട്ടില്ല. എത്രത്തോളം കയറിയിക്കണം അറിയപ്പെടുന്നത് സ്ത്രീകളുടെ അതെ കീറിയ പേന. പുരുഷന്റെ വസ്ത്രം അത് വലിച്ചെടുക്കുക. ഈ വിഭാഗം ആളിലേക്ക് അള്ളാന്റെ നോട്ടല്ല, വേദനാജനകമായ ശിക്ഷ ഉണ്ട്. ഒരു നേരാവില്ല, എവിടെ ദ്വാരപ്പിച്ചതും കഴിഞ്ഞ ഒരു നേരാവില്ല. മൂന്നാമത്തെ കൂട്ടം ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്റെ കച്ചവടം പൊടിക്കുന്നവൻ. കച്ചവടക്കാരനാണ് അവന്. കച്ചവടക്കാരനെ കുറിച്ചാണ് മൂന്നാമത്തെ കൂട്ടരെ. ഓന്റെ കച്ചവടം പൊടിക്കാൻ വേണ്ടിയിട്ട് ഓൻ കച്ചവടം ചെയ്യണം സാധനത്തിൽ ഇല്ലാത്ത ഗുണത്തെ. ഇതുമ്പോ വെള്ളം നനയൂല, നനഞ്ഞത് കേടരൂല, ഇല്ലാത്ത ഗുണം. എവിടെ പൊട്ടിപ്പൊളിഞ്ഞ സാധനമായിരിക്കും.
ഇല്ലാത്ത ഗുണങ്ങള് കള്ള ഗുണങ്ങൾ പറഞ്ഞാണ്ട് ഓനെ കച്ചവടം നടത്തിയിട്ട് പൊട്ടിക്കാണ്. എങ്ങനെയുണ്ട് ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ്റെ അടുത്ത് ചോദിക്കാൻ റമദാൻ മാസമാകുമ്പോൾ ഫ്രൂട്ട്സ് തന്നെ പറയാൻ നല്ലത്. ഫ്രൂട്ട്സ് കച്ചവടം ആപ്പിൾ എങ്ങനെയുണ്ട് പൊളി സില്ലല്ലേ, അത് മലേഷ്യല്ലേ, അത് ആല്ലേ ചേപ്പിന്റെ. റമദാൻ മാസം അല്ലെങ്കിൽ ഒരു സാമ്പിൾ വയ്ക്കാൻ, റമദാൻ മാസത്തിൽ സാമ്പിൾ വയ്ക്കാന്ന് ഉറപ്പാണോ എനിക്ക്? വലിയ സ്വർഗത്തുനിന്ന് കൊടുക്കുന്നല്ലേ എന്നൊന്നും പറയാലോ. എവിടെ കൊണ്ടായി നോക്കിയിട്ടുണ്ടെങ്കിൽ വാളം കുളിങ്ങായിരിക്കും, ആളെ കുളിയായിരിക്കും. ഇല്ലാത്തതൊന്നും പറയുന്നത് ഉള്ള ഗുണങ്ങൾ പറഞ്ഞിട്ട് കച്ചവടം. അതിന് വർക്കത്തുണ്ടാവുള്ളൂ, മറ്റേക്ക് വർക്കത്തുണ്ടാവില്ല. പൊളിയും ലാസ്റ്റ് കച്ചവടം പൊളിയും വർക്കത്തുണ്ടാവില്ല. ഇതാണ് മൂന്നാമത്തെ കൂട്ടം. അവർക്കും അള്ളാഹു വേദനാജനകമായി ശിക്ഷ കൊടുക്കും എന്നാണ്. അപ്പൊ ഈ ഹദീസ് നമ്മൾ ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. ഞാൻ ഈ ഹദീസ് പറയാൻ കാരണം ഏരിയാനിക്ക് താഴെ വസ്ത്രം കരുത് എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കതൊന്ന് ഗുണമുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്താൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഇന്നത്തെ സുദിനം ഞങ്ങൾക്ക് ഖൈറിന്റെ ദിവസമാക്കണേ തമ്പുരാനെ. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം പിശാചു ഞങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ദിവസമാക്കണേ തമ്പുരാനെ. മലക്കുകൾ സന്തോഷിച്ച ദിവസമാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ നന്മയുടെ ഏട്ടിൽ വലിയ സ്ഥാനം പിടിച്ച ദിവസമാക്കണേ റബ്ബേ. ഞങ്ങളുടെ തിന്മയുടെ ഏട് ശൂന്യമായ ദിവസമാക്കണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തേറിഞ്ഞ റഹ്മാനെ. റഹ്മത്തിന്റെ 10 താവിട പറയുന്നു. അള്ളാഹുവേ നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് വർഷിക്കണേ തമ്പുരാനെ. നിന്റെ കരുണയുടെ നോട്ടം ഞങ്ങളിൽ ഉണ്ടാവണേ തമ്പുരാനെ. ഞങ്ങൾ അള്ളാഹുവേ ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറപ്പിച്ചവർ റഹ്മാനെ, ഇന്ന് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകിയവർ നീ കബൂലാക്കണേ തമ്പുരാനെ. പടച്ചോനെ നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. സ്വർഗത്തിൽ അവർക്ക് വിഭവങ്ങൾ ഒരുക്കണേ തമ്പുരാനെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നോമ്പ് തുറ നൽകുന്നവരുണ്ട് റബ്ബേ. പടച്ചോനെ നീ കബൂലാക്കണേ റബ്ബേ. അവർക്ക് കുടുംബസമേതം സ്വർഗീയ ഭക്ഷണം നീ ഒരുക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അവരിൽ നിന്ന് മരിച്ചു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. പടച്ചോനെ ഇന്നത്തെ ദിവസം ഒരു കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയാണ്. ആ കുട്ടിയുടെ അനുജനാണ്, താഴെയുള്ള കുട്ടിയാണ് മജ്ജ കൊടുക്കുന്നത്. പടച്ചോനെ നീ നൽകുന്ന മജ്ജ, നീ നൽകുന്ന കോശങ്ങൾ, നീ നൽകുന്ന ഏതൊരു അവയവത്തിന്റെ ഒരു വിരൽ തുമ്പാണെങ്കിൽ പോലും അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. പടച്ചോനെ അതൊന്നും മാറ്റിവെക്കേണ്ട ഗതികേട് നീ ഞങ്ങൾക്കാർക്കും വരുത്തല്ല തമ്പുരാനെ. നീ ചെയ്യുന്ന നിഅമത്തുകൾക്ക് ശുക്ർ പറയുമ്പോഴാണല്ലോ പടച്ചോനെ നീ ശിക്ഷിക്കുമെന്ന് പറഞ്ഞത്. അല്ലാഹുവേ ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, നന്ദിയില്ലാത്തവരാണെങ്കിൽ കഠിനമായി ശിക്ഷിക്കും എന്ന് നീ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിന്നോടുള്ള നന്ദി കുറയുമ്പോഴാണല്ലോ നീ ഇങ്ങനെ കടുത്തതൊക്കെ കൊടുക്കുന്നത്. പടച്ചോനെ നന്ദിയുള്ളവരാക്കണേ റഹ്മാനെ. ആ കുട്ടിയുടെ ശസ്ത്രക്രിയ നീ വിജയകരമാക്കണേ തമ്പുരാനെ. പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അനുജന്റെ മജ്ജ മാറ്റി വെക്കുമ്പോ ആ കുട്ടിക്ക് ആ മജ്ജ നീ സക്സസ് ആക്കി മാറ്റണേ തമ്പുരാനെ. ആ അനുജനക്ക് അതിന്റെ പേരിൽ ഒരു തകരാറും സംഭവിക്കരുതേ തമ്പുരാനെ. നീ കബൂലാക്കണേ റഹ്മാനെ. മരിക്കുന്നത് വരെ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളുടെ ഈ ദുആയിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ സംരക്ഷണവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റയ്യാൻ സ്വർഗ്ഗം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.